ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ് അല്ല മോനെ, ഗുഡ് നൈറ്റ് ആയി തുടങ്ങി. എന്റെ പൊന്നുമോനിത് എങ്ങോട്ടാ? സോറി മമ്മ, ഞാൻ ടൈം നോക്കില്ല. എനിക്ക് ക്ലബിൽ ഒരു പാർട്ടി ഉണ്ട്. ആ സമയം നോക്കില്ല, അതുകൊണ്ടാണല്ലോ ഈ നേരത്തെ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മമ്മ ഇപ്പൊ തുടങ്ങും. ഓ ചെവി കടിക്കുന്നുണ്ടോ? കടിക്കൂടാ, നിനക്ക് കുറച്ച് കടി കൂടും ഞാൻ പറയുന്ന സമയത്ത്. നീ കണ്ണിക്കണ്ട ക്ലബ്ബായിട്ട് തെണ്ടി നടക്ക്. പെമ്പിള്ളേരെ പിന്നാലെ വല്ല ചെവി ടെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി. എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടോന്നോ ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളുണ്ടപ്പല്ലേ. എന്റെ ഡാഡി വരട്ടെ അങ്ങ് ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ബാക്കി ഞാൻ അങ്ങനെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ട്. മമ്മ ഞാൻ കാല് പിടിക്കണ്ടേ, കഴിഞ്ഞ പിപ്പറെ ചോദിക്കരുത്. വാടി ഇറക്കി വെച്ചിട്ട് എനിക്ക് സ്പോർട്സ് വെയർ ഓഫർ ചെയ്തത്. മമ്മ ചെന്ന് പാറ വെച്ച എന്റെ കാര്യത്തിൽ പണിയാവും. എനിക്ക് സ്പോർട്സ് വെയർ കാണാൻ പോലും കിട്ടത്തില്ല. ഏതാ മാത്രമേ പറ്റൂ. മമ്മ ചോദിക്കരുത്. മമ്മയ്ക്ക് ഈ കുടുംബത്തിലെ വിളക്കോ അല്ലെങ്കിൽ ശബരിയുടെ ശങ്കരനെയോ അതോ അല്ലെങ്കിൽ ആ ബിഗ് ബോസിനോ ജാസ്മിനെ കൊണ്ടിരുന്നാൽ പോയി എന്തിനാ എന്റെ നെഞ്ഞത്ത് കയറുന്നത്? ഞാൻ പെൺപിള്ളേരെ പിന്നാലെ പോയി അവർ എന്റെ പിന്നാലെ വരുന്നുണ്ടെന്നാ? മോനെ ആദികൃഷ്ണ, നിന്റെ ഡാഡിയോട് അപ്പേ പറഞ്ഞത് നിനക്ക് ആദ്യം എന്ന് പേര് ഇട്ടാൽ മതിയെന്ന്. ഈ പോക്കാണെങ്കിൽ നീ സാക്ഷാൽ കൃഷ്ണനടക്കം വെട്ടിക്കും. 10,000 അങ്ങേരിക്ക ഭാര്യമാര്, നിനക്ക് ചിലപ്പോൾ 20 or 30 ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. What do you mean, Mama? ഞാൻ 20,000 30,000 പെമ്പിളേരെ കെട്ടിക്കൊണ്ടിരുന്നാണ് മമ്മ ഉദ്ദേശിച്ചത്. You are insulting me. അപ്പൊ 20-30 നിർത്തില്ലേ നീ? മമ്മ, മമ്മയുടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നേ എന്റെ ടൈം വെറുതെ വേസ്റ്റ് ആയിപ്പോ. ഞാൻ പോവാ. ആദ്യം പിണങ്ങി പോവാണ് ആദിക്കുട്ടാ. എടാ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ. മമ്മയ്ക്ക് എപ്പോഴും എന്നെ കളിയാക്കാനേ നേരുള്ളൂ. ഞാൻ അത്ര പേരൊന്നും ഡേറ്റ് ചെയ്യുന്നല്ലോ പ്ലേ ബോയ് എന്ന് പറയും. ഒരു ദിവസം ഒരു 12 പേരല്ലേ ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതത്ര വലിയ തെറ്റാ. പ്രതി, എന്റെ ആദി അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലാണ് ചേച്ചി. മഹിയേട്ടനുണ്ടല്ലേ? മഹിയേട്ടൊരു ബിസിനസ് ടൂറിന് പോയിക്ക, നാളെ വരത്തുള്ളൂ. എന്റെ ആദി അവൻ എങ്ങനെയുണ്ട് പറ, നീ കള്ളം പറയലടാ. എന്റെ പൊന്നു ചേച്ചി, നിനക്ക് അറിയാതെ അവനൊരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ചേച്ചിയുടെ ക്യാബിലേക്ക് വന്നൊന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ എവിടേക്കും നീക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ ആദി കണ്ണു തുറന്ന് എന്നെ പിടിക്കുന്ന വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ചേച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ നേഴ്സിന് പറഞ്ഞു വിടാം. ആദി എന്റെ മോനെ. ഡോക്ടർ രാധികമ്മടത്തിനോട് ആരുടെ കാര്യം തുറന്ന് പറയണ്ടേ? വേണ്ട, ചേച്ചി ഒന്ന് അറിയിക്കണ്ടപ്പോ. അളിയൻ നാളെ വരട്ടെ, അളിയനോട് പറയാം. ആദ്യയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് താങ്ങാൻ പറ്റില്ല. ഡോക്ടർ ആദ്യക്ക് ഡോണറും തപ്പണം നമുക്ക്. അതുപോലെ തന്നെ സർജറി വേണം നടത്തുന്നെങ്കിൽ താനൊന്നും പറയണ്ട. എനിക്കറിയാം എന്താണെന്നുള്ളത്. അളിയൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. ആദ്യം നമുക്ക് ഡോണറെ തപ്പാം. എൻ്റെ ആദ്യം ഞങ്ങളുടെ മോൻ വണ്ടിയിൽ കുറച്ചും കൂടി സ്പീഡ് കൂട്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. രാധിക മോളെ, രാധിക. നമ്മുടെ മോൻ അവൻ ഇത്ര നേരമായിട്ട് കണ്ണു തുറന്നിട്ടില്ല. എത്ര നേരമായി ഞാൻ അവന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. മോളെ കരയാതെ, ഞാൻ വന്നില്ലേ? അവനൊന്നും പറ്റില്ല. ഞാൻ പ്രദീപിന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് വരാം. പ്രദീപ് ആദ്യം കേൾക്കുന്നുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവനെതിരായിട്ട് കണ്ണു തുറക്കാത്ത എന്താ? അളിയൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ എല്ലാം പറയാൻ വേണ്ടി. ചേച്ചിയുടെ അടുത്ത് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അളിയനറിയാലോ. നീ എന്താ പറയുന്നത്? വിശദീകരിച്ച് പറയാം. അളിയ ആക്സിഡന്റ് ആദ്യത്തെ കൈയിലും കാലിനും ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. ഹെഡ് ഇഞ്ചുറി അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അവന്റെ ഹൃദയത്തിനും നല്ല രീതിയിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് നന്നായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. നീ ഇതെന്തൊക്കെയാ പ്രദീപ് പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിങ് സർജറി ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഡോണർ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കുക. എന്താ ഇത്ര വൈകുന്നത്? അവരുടെ കുടുംബത്തിന് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കുക എൻ്റെ മോന്റെ ജീവന് വേണ്ടി. അളിയ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡോണറെ കിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷന്റെ തയ്യാറെടുപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നതാ. അനിയ സമാധാനമായിട്ട് ചേച്ചിയുടെ അടുത്ത് ചെന്നിരിക്കെ, എല്ലാം ശരിയാവും. ഞാനില്ലേ? മണിക്കൂർ എത്രയോ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ? നീ ഇങ്ങനെ കരയിലെ രാധികെ, ആദ്യക്കൊന്നും സംഭവിക്കില്ല. പ്രദീപിൽ എനിക്ക് വിശ്വാസമുണ്ട്.
നീ കരയുന്നത് ആദ്യക്ക് ഇഷ്ടമല്ലാത്ത അറിഞ്ഞൂടെ? സമാധാനിക്ക്. മഹേന്ദ്ര സർ, രാധിക മാഡം ആദ്യയുടെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ് കേട്ടോ. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ ഐസിയുവിലേക്ക് മാറ്റുന്നതായിരിക്കും. ദൈവമേ, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ നല്ലപോലെ നടത്തിയത് എല്ലാ വഴിപാടും ഞാൻ ചെയ്യാം. കരയാത്ത രാധിക്ക്, എല്ലാം ശരിയായില്ലേ? ഇപ്പോ അവനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അമ്മയുടെ പൊന്നാർ ആദ്യമോനൊന്ന് കേട്ടേക്ക്. ഇനി മുതൽ വണ്ടി എടുത്ത് രാത്രി ക്ലബ്ബ് അതെന്നും പറഞ്ഞ് ചുറ്റാത്താലുണ്ടല്ലോ, നീ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ വന്ന് കിടക്കും. ആക്സിഡന്റ് ആയിട്ടില്ല, നിന്റെ കയ്യും കാലും ഞാൻ തല്ലി പിടിച്ചിടും. പറഞ്ഞില്ലെന്ന് വേണ്ടില്ല. അമ്മ, എന്തോ അമ്മ ഇത്? എന്റെ ആ കൂടെയുള്ള സന്തോഷം അതും അമ്മ തല്ലിക്കൊടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ? പ്ലീസ് അമ്മ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ? മിണ്ടി പോകരുത്. വീട്ടിലേക്ക് അച്ഛന്മാരുടെ തുക്കുന്ന മക്കൾക്ക് അറിയണ്ടല്ലോ. വണ്ടി എടുത്ത് ചീറി പാഞ്ഞാൽ മതി റോട്ട് കൂടെ. നീയൊക്കെ തിരിച്ചു വരുന്നവരെ ഞങ്ങളുടെ മനസ്സിൽ തീയാ. നീ ഇപ്പൊ പറഞ്ഞല്ലോ ചെറിയ ആക്സിഡന്റ് ആണെന്ന്. നിന്റെ ഉള്ളിൽ ഇപ്പൊ മിടിച്ചോണ്ടിരിക്കുന്നതേ നിന്റെ ഹൃദയമല്ല, ഏതൊരു അച്ഛനമ്മയ്ക്കും പറഞ്ഞ ഏതൊരു മകന്റെ ഹൃദയം. അവരോടൊന്ന് നന്ദി പറയാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അവരാരാണെന്ന് പോലും അറിയില്ല. പേര് ഊര് ഒന്നും വെളിപ്പെടാതെ സ്വന്തം മോഹന്റെ ജീവ പോയിട്ട് നിനക്ക് ദാനം തന്നത് അവർ. സോറി അമ്മ. ഗുഡ് മോർണിംഗ് ആദി. കുറച്ച് ചെക്കപ്പൊടിയൊക്കെ കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവാന്നതേ ഉള്ളൂ ആദി. അതിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടറെ, ഇത്ര പെട്ടെന്ന് വീട്ടിൽ പോകണോ? 1 മാസമൊക്കെ ഇവിടെ കിടന്നിട്ട് പോയാ പോരെ? ആദ്യം ഇവിടെ സുഖവാസത്തിന് വന്നതല്ലല്ലോ. ആദ്യക്ക് അസുഖം മാറിയില്ലേ, പിന്നെ പോയാലെന്താ? അങ്ങനെ പറയില്ല ഡോക്ടറെ. ഹോസ്പിറ്റലിലാണെങ്കിലും ഓരോ ദിവസം എനിക്ക് ഉന്മേഷം ഏറിയതാ. കാരണം രാവിലെ കണി കണ്ടുകൊണ്ടിരുന്നത് സുന്ദരിമണികളായ ഡോക്ടർമാരും സിസ്റ്റർമാരുടെ മുഖങ്ങളില്ലേ. നിങ്ങളൊക്കെ വിട്ട് ഞാൻ എങ്ങനെ പോവാ ഡോക്ടറെ? മോനെ ആദി, നിനക്ക് ചെക്കപ്പിന്റെ ഒപ്പേ ഷുഗറും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. നല്ല കൂടുതലാണെന്നാ എനിക്ക് തോന്നുന്നത്. ഡോക്ടർക്ക് ഹ്യൂമൻ സെൻസ് കൂടുതലാ. പോവല്ലേ ഡോക്ടറെ, കമ്പനി താ. ഹലോ, ഞാൻ കമ്പനി തന്നാ മതിയോ? ഇതാരാന്നാവോ? എന്ത് ഭംഗിയൊക്കെയാണ്. അല്ല, താൻ ആരാ? പുതിയ നേഴ്സെങ്ങാനാണോ അതോ ഡോക്ടറോ? രണ്ടുമല്ല, താനിപ്പോടെ ജീവനോടിരിക്കാൻ ഞാനാ കാരണം. തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഞാനാ സഹായിച്ചത്. ഓ, സഹായം എന്തെങ്കിലും ചോദിച്ചു വന്നതാണോ താൻ? അതിന് എന്റെ അമ്മയും ഡാഡിയും വരട്ടെ കേട്ടോ. അയ്യോ, എനിക്ക് അവരുടെ സഹായമല്ല വേണ്ടത്, ആദ്യയുടെ സഹായമാ വേണ്ടത്. ആ, എന്റെ പേരൊക്കെ അറിയോ തനിക്ക്? തനിക്ക് എന്റെ സഹായമാണ് വേണ്ടേ? എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത്? അത് വേറൊന്നല്ല, എനിക്ക് ഒരാളോട് ക്രഷ് ഉണ്ട്. അത് ആ, മതി മതി മതി. താൻ എന്റെ ജീവൻ രക്ഷിച്ചെന്ന് വിചാരിച്ച് തനിക്ക് ജീവിതം തരാനൊന്നും എനിക്ക് പറ്റത്തില്ല. താൻ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ താൻ ആരാണെന്ന് എന്തെന്നറിയാതെ ഞാനെങ്ങനെ തന്നെ പ്രേമിക്കുന്നത്? തനിക്ക് എന്നോടാണ് ക്രഷ് എന്ന് പറഞ്ഞു വരുമ്പോഴല്ലേ എനിക്ക് മനസ്സിലായി. സോറി കുട്ടി. ഹലോ മിസ്റ്റർ പ്ലേ ബോയ്, തന്റെ ഈ മൊയിലും കൂർത്തിരിക്കുന്ന മുഖത്തിനോട് എനിക്കൊരു ഫീലിങ്സും ഇല്ല. ഞാൻ തന്റെ കോളേജിൽ പഠിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞത്. ഇനി എന്നെ സഹായിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ അപമാനിക്കാൻ നിൽക്കുന്നോ? എന്റെ മൊയില് കൂടുതലിരിക്കുന്ന മുഖന്നോ? നീർക്കോലി, നീ ഏതവനെ ക്രഷ് അടിച്ചിരിക്കുന്ന വെച്ചാ അവനൊന്നും ഒരിക്കലും നിനക്ക് കാണിച്ചു തരില്ലടി. എന്റെ പിന്നാലെ എത്ര പെമ്പിളരെ ക്യൂ നിൽക്കണമെന്ന് അറിയോ? എന്നെ നീ അപമാനിച്ചത്. വെള്ളം വീട്ടിനായിട്ട് ഇറങ്ങിയിരിക്കോ? നീ മാലാക്കാന്നാണോ നിന്റെ വിചാരം? ഇറങ്ങി പോടി ഇവിടുന്ന്. എന്തോടെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്കെന്താ പട്ടായോ? ഒറ്റയ്ക്ക് പിച്ചും പേരും പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരോട് ഇറങ്ങി പോവാനാ ഈ പറയുന്നേ? അല്ല അമ്മ, ഞാൻ അവളോട് ഇറങ്ങി പോവാൻ പറഞ്ഞേ. എന്നെ രക്ഷിച്ച പെണ്ണില്ലേ ഞാൻ നിൽക്കുന്നു അവള്. ഇവിടെ ഉണ്ടെന്ന് ഈ പറയുന്ന പെണ്ണ്. അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒന്നും നിനി സ്വസ്ഥതയും തോരും കൊടുക്കുന്നില്ല. അവരെ നിന്റെ പഞ്ചാരടിച്ചുകൊണ്ട് നടക്കാം. അതും പറഞ്ഞിട്ട് ഇനി വേറെ പെണ്ണ്. നിന്നെ രക്ഷിച്ചത് പെണ്ണെന്നല്ല, വടിയുമ്പോ തുണി ചുറ്റാനും പെണ്ണെന്ന് പറഞ്ഞതിന് പിന്നാലെ അങ്ങ് പൊക്കോളും. ആണല്ലാത്തവൻ. ഇങ്ങനെ ഒരു മോനെ തന്നെ എനിക്ക് കിട്ടിയല്ലോ. നീ ഇനി ഈ വെളിവില്ലാത്തവരൊന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിന്നാലുണ്ടല്ലോ, നിന്നെ ഞാനിവിടെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. മിണ്ടാതെ അവിടെ കിടന്നവൻ. വരുന്നവരെ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവള് പെട്ടെന്ന് എവിടേക്കാ പോയി? ഒന്നാമത് അവളെല്ലാം എന്നെ രക്ഷിച്ചത് അമ്മ പറയുന്നത്. അപ്പൊ ആ പെണ്ണ് കള്ളം പറഞ്ഞതാ, കള്ളി. അവളുടെ പേര് പോലും ചോദിച്ചില്ല. പക്ഷെ അവളെവിടേക്ക് പെട്ടെന്ന് മാഞ്ഞു പോയത്? എവിടെ പോയി തോന്നിയതായിരിക്കും എനിക്ക്. എന്റെ രാധികയെ, നിനക്ക് ഹോസ്പിറ്റലിൽ ആദ്യയോടൊപ്പം നിൽക്കാറുന്നില്ലേ? അവനവിടെ തനിച്ചല്ലേ? ഞാൻ വന്നെടുക്കാറുന്നില്ലേ ഡ്രസ്സ്? അവന്റെ 2 ദിവസത്തൊക്കെ അല്ലേ വേണ്ടോ ഇനി? മഹേട്ടാ, നമ്മുടെ മോനെ മഹേട്ട് എടുത്തു വന്ന ഡ്രസ്സ് ഇഷ്ടാമെന്ന് തോന്നുന്നുണ്ടോ? അവന് ഹോസ്പിറ്റലായതുകൊണ്ടേ അവന് ഷുഗറിന്റെ ലെവൽ നല്ല ഹൈയിലാണ് നിൽക്കുന്നത്. വരുന്ന ഡോക്ടറെ നേഴ്സിനെ അടക്കമൊന്നും വെറുതെ വിടുന്നില്ല. അവരുടെ മുന്നിൽ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കണ്ടേ? ആ, എന്ത് കഷ്ടകാലത്തിലാണ് സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടിട്ടത്. നാണം കിടാഞ്ഞ് ബാക്കിയൊന്നുമില്ല അവിടെ. അവന്റെ ഈ അസുഖത്തിന് മാത്രം ഒരു കുറവുമില്ലേ?
എനിക്ക് ഈ അസുഖമില്ലല്ലോ, പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയതാവോ? പാരമ്പര്യമായിട്ട് വരാനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനത്തെ അസുഖക്കാരില്ല. ആ, ഇനിയിപ്പോ നിന്റെ അച്ഛൻ രവീന്ദ്രന്റെ കിട്ടിയതായിരിക്കും. അവസാനം കറങ്ങി തീരുന്ന എന്റെ അച്ഛന്റെ മീതെ തന്നെ എത്തിയല്ലോ. ഇനി ഞാൻ ഇവിടെ നിന്നാലേ മകന്റെ അപ്പുറത്ത് തന്നെ അച്ഛന് വേണ്ടി ഞാൻ ഒരു ബെഡ് ബുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പോവാ. ആ ആദി, മരുന്നൊക്കെ കഴിച്ചല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന വല്ലതും ഉണ്ടോ? മൈ ബ്യൂട്ടിഫുൾ ഡോക്ടർ, മരുന്നൊക്കെ കഴിച്ചു. എനിക്ക് വേദന ഉണ്ടെങ്കിൽ തന്നെ ഈ ബ്യൂട്ടിഫുൾ ആയ ഡോക്ടർ ഫേസ് കണ്ടു കഴിഞ്ഞാൽ വേദനയൊക്കെ എങ്ങടാ പോകുന്നതെന്ന് അറിയുന്നില്ല. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? എത്ര കണ്ടാലും മതി വരാത്ത സൗന്ദര്യം. അതൊക്കെ ഇഞ്ചക്ഷൻ തരാൻ വേണ്ടി വന്നതാ ഞാൻ. ഇതെടുത്തിട്ട് ഞാൻ അങ്ങ് പൊക്കോട്ടെ. ഒന്നോ ബോറടിക്കുന്നു. ഒരു സിസ്റ്ററേയും ഡോക്ടറൊന്നും കാണുന്നില്ല നേരം പോവാൻ. അമ്മ എപ്പോഴാ വരുന്ന? മനുഷ്യനെ പിടിപ്പിക്കാൻ കള്ളി കള്ളി. എടി, നീ എന്നെ പറഞ്ഞു പറ്റിച്ചതാണല്ലേ? എന്റെ അമ്മ പറഞ്ഞല്ലോ നീ എന്നല്ല എന്നെ രക്ഷിച്ചതെന്ന്. ഞാൻ തന്നെ രക്ഷിച്ചത്. തന്റെ അമ്മയ്ക്ക് അറിയാത്തോണ്ടാ പ്ലേ ബോയ്. നുണച്ചി വീണ്ടും നുണ പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കാം. നിന്റെ പേരെന്തോടി? നീ എവിടുന്നാ വരുന്നേ? എനിക്കറിയില്ല. ആ, അപ്പൊ നീ ആശുപത്രിയിലെ രോഗിയാണല്ലേ? അല്ലല്ലോ, ഞാൻ രോഗിയൊന്നല്ല. അതെന്തെങ്കിലും ആവട്ടെ. നീ എന്റെ അമ്മ വന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? പക്ഷെ എന്റെ അമ്മയ്ക്ക് നിന്നെ കാണാൻ പറ്റിയില്ലല്ലോ. അതെന്തുകൊണ്ടാ? അതൊരു രഹസ്യം. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. നീ തുറന്നു പറയും. എന്താ കാര്യം? അതുണ്ടല്ലോ, ഞാനീ ഈ ലോകത്ത് ജീവനോടില്ല. എന്റെ ആത്മാവാണിത്. എന്റെ ആത്മാവിനെ പ്ലേ ബോയ്ക്ക് മാത്രമേ കാണാൻ കഴിയൂ. നിന്റെ കഥ കൊള്ളാം എന്തായാലും. കള്ളി 24-ാം നൂറ്റാണ്ടിൽ ആത്മാവിന്റെ കഥ എന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കോ? ഞാൻ സത്യം പറഞ്ഞത്. എന്നെ ഈ പ്ലേ ബോയ്ക്ക് മാത്രമേ കാണാൻ പറ്റൂ. മറ്റാർക്കും കാണാൻ കഴിയില്ല. പിന്നെ ഇതിന് കള്ളത്തിന് മാത്രം പറയുന്നോടി. പോലീസിനെ വിളിക്കും ഞാനിപ്പോ. വെറുതെ ചിരിക്ക. രണ്ടായിട്ട് അല്ല, നിങ്ങളിത് ഇങ്ങോട്ട് പോയി. പ്രേതം. അപ്പം പ്രേതാണോ? ആദി ഉറങ്ങിയോ? എന്താടാ ആദി രാവിലെ തന്നെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്? നാളെ കഴിഞ്ഞ് ഇവിടുന്ന് പോണം എന്നാലോചിച്ചിട്ടാണോ? ഇതുപോലൊരു കാട്ടുകോഴി. ഞാൻ എൻ്റെ മാമനെ കണ്ടിട്ട് വരാം. നിന്റെ ടാബ്ലറ്റിൻ്റെയും പിന്നെ നിന്റെ ചെക്കപ്പിന് എന്നാ വരണ്ടേന്നൊക്കെ ചോദിക്കാനുണ്ട്. ഇവിടെ ഇരുന്ന് ശരിയാവില്ല. പ്രേതം. ഈ അമ്മയ്ക്ക് എന്നും കൂടി കൊണ്ടുവരുന്നില്ലേ? ഇതിപ്പോ എവിടെ പോയെന്തോ? മാമന്റെ റൂം എവിടെയാ? നീയോ? നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ നീ എന്റെ പിറകെ നടക്കുന്നത്? ഞാൻ പറയുന്ന സഹായം എനിക്ക് ചെയ്തു തന്നാ ഞാൻ പിന്നെ പിറകെ നടക്കത്തില്ല. അയ്യോ എന്റെ പൊന്നു പ്രേതമേ, മനുഷ്യന്മാർക്ക് പോലും ഞാൻ ഉപകാരം ചെയ്തിട്ടില്ല. ആ എന്നോട് പ്രേതത്തിന് ഉപകാരം ചെയ്യാൻ പറഞ്ഞ് സഹായിക്കണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല. ഞാൻ വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ടോ തന്നോട്? എന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ? തനിക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. ഞാൻ തന്നെ ഉപദ്രവിച്ചിരുന്നില്ലല്ലോ. ഒരു സഹായമല്ലേ ചോദിച്ചത്? മര്യാദയ്ക്ക് അത് ചെയ്തു തന്നോ? ഇല്ലെങ്കിൽ പിന്നെ പിറകെ ഞാൻ പോവില്ല. ശരിക്കും ഞാൻ നിന്നെ ഉപദ്രവിക്കും. എടി വടകേശി, നീ എന്നോട് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അല്ല, നിങ്ങളാരാ മേഡം? മേഡോ? താനിപ്പോ അതല്ലല്ലോ എന്നെ വിളിച്ചത്. ഒന്നാമത് തന്നെ കണ്ടാൽ തന്നെ അറിയാം താനേ മെന്റൽ പേഷ്യന്റ് ആണെന്ന്. ആ സൈക്കാട്രി സെക്ഷൻ ഓടിപ്പോകുന്നതായിരിക്കില്ലേ? സെക്യൂരിറ്റി. അയ്യോ മേഡം, സത്യമായിട്ടല്ല. ഞാൻ മെന്റൽ പേഷ്യന്റ് അല്ല. ഐ എം റിയലി സോറി. അയ്യോ, എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലേ? ഇത് ഉരുട്ടിയിട്ട് എത്തുന്നില്ലല്ലോ റൂം. ഓഹ്, അയ്യോ, ഈ പ്രേതം കാരണം എനിക്ക് ശരിക്കും വെട്ടാവുന്ന തോന്നുന്നു. വൈകിട്ട് തന്നെ, ഇന്ന് വൈകിട്ടേക്ക് എന്ന് ഡിസ്ചാർജ് നമുക്ക് നോക്കാം ആദ്യം. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പിന് വരണം. മരുന്നൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. പ്രദീപേ, നിനക്ക് വീട്ടിൽ വന്നിട്ട് ആദ്യം ചെക്കപ്പ് ചെയ്തൂടെ? ഞാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? നീ ഒന്നും വിചാരിക്കില്ലടാ. അവിടെ നീ വീട്ടിൽ വരാത്തതിന്റെ ഇതിനാ പറയുന്നത്. അങ്ങനെയെങ്കിലും നീ ഒന്ന് വീട്ടിലേക്ക് വരൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ഞാനൊരു ദിവസം എല്ലാരെയും കൂട്ടി വീട്ടിലേക്ക് വരാം. എന്റെ തിരക്കൊന്നും ഒഴിയട്ടെ. ആദ്യം ഹോസ്പിറ്റലിൽ തന്നെ ചെക്കപ്പിന് കൊണ്ടുവരണം. അതുപോലെ തന്നെ കുറച്ച് സൂക്ഷിക്കണം. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ. ആ കുട്ടിപ്പിശാചിൽ നിന്ന് മോചനം കിട്ടി. അയ്യോ, വീട്ടിലെത്തിയപ്പോ എന്തൊരു സമാധാന. അയ്യോ,
വീട്ടിലെത്തിയപ്പോ എനിക്ക് സമാധാനമായിരുന്നു. നീ എന്താ ഇവിടെ? എനിക്ക് എപ്പോ എവിടെ വേണമെങ്കിലും വരാം, അതറിഞ്ഞൂടാ. ഈ കുട്ടി പിശാശ് എന്നെയും കൊണ്ടേ പോകും. ഹോ, എന്റെ പൊന്നു കുട്ടി പിശാശ്, നിനക്ക് എന്തോ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, പ്ലേ ബോയുടെ ക്ലാസ്സിലാണ് എൻ്റെ ക്രഷും പഠിക്കുന്നതെന്ന്. എനിക്ക് ആളെ കണ്ട് സംസാരിക്കാൻ എന്നെ സഹായിക്കണം. ഓ ശരി, ഞാൻ സെറ്റാക്കി തരാം, ഏതവനായാലും. എൻ്റെ ഒരു കഷ്ടകാലം. സ്വന്തം കൂട്ടുകാർക്ക് പോലും പെണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാത്ത ഞാനാ ഒരു പ്രേതത്തിന്. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഏട്ടത്തി. അമ്മ മരിച്ച സങ്കടത്തോടൊപ്പം തന്നെ ആദ്യയുടെ ആക്സിഡൻറ്റും കൂടി അറിഞ്ഞപ്പോൾ UK ഇങ്ങോട്ട് വരാൻ പറ്റണ്ടേ. അമ്മയുടെ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ആകെ ആകെ വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ. എനിക്കറിയാമേ, സാരമില്ല, ആദ്യക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അവനിപ്പോൾ ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ആദ്യം കണ്ടല്ല സമാധാനമാവുള്ളൂ എന്നുള്ള അവസ്ഥയെ, അതുകൊണ്ടാ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോലും പോവാതെ നേരെ ഇങ്ങോട്ട് വന്നത്. ഏട്ടാ ആദ്യനെ കണ്ടില്ലല്ലോ. അവൻ റൂമിലുണ്ട്, കോളേജിൽ പോയി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാ. ഇതാ വരുന്നു. ആ ചെറിയമ്മേ. എന്താടാ സുഖല്ലേ? എന്തിനാ നീ കരയുന്നേ? ഇങ്ങ വാ, ഇവിടെ ഇരിക്കെ. ചെറിയമ്മ, അമ്മമ്മയുടെ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കൊന്ന് വരാനോ കാണാനോ കഴിഞ്ഞില്ലല്ലോ. ആദി, ചെറിയമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ നിന്റെ അവസ്ഥ. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട, അതൊന്നും സാരമില്ല. മധുവേട്ട കണ്ടില്ലേ അവനെ? കൊച്ചു കുട്ടികളുടെ എന്തേ കരയുന്നേ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കള് കൊച്ചുകുട്ടി തന്നെയല്ലേ? അല്ലേടാ ആദിക്കുട്ട? എന്റെ അനിയ മധു, നിനക്ക് മാത്രമേ ഇവൻ ചെറിയ കുട്ടിയായിട്ട് തോന്നത്തുള്ളൂ. നിങ്ങൾ രണ്ടാളും കൂടി ഇവൻ ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്നത്. അല്ല, എന്റെ കാർത്തിക് മോൻ എവിടെ? വെല്ലുമ്മേ, ഞാനിവിടെ ഉണ്ട്. കാർത്തി, എടാ സുഖല്ലേടാ നിനക്ക്? എവിടെ? വെല്ലുമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിക്കാതെ ഒരു സുഖമില്ല. നീ വന്നില്ലേ? ഇനി വല്യപ്പൻ നിനക്ക് ഉണ്ടാക്കി തരില്ലേ? അയ്യോ, എന്റെ കൃഷി ഈ വീട്ടിലായിരുന്നോ? ആദി, നീ ഓക്കെ അല്ലേടാ? ഞാൻ ഓക്കെയാടാ, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇന്നെന്തായാലും നിങ്ങൾ പോകില്ലല്ലോ, കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? അയ്യേട്ടാ ഇപ്പൊ പറ്റില്ല, ഞാനിപ്പോ ആദ്യം കാണാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് വന്നത്. ഏട്ടനറിയാലോ, ഞങ്ങൾ 1 മാസമായിട്ട് UK വീട്ടിലെത്തി ഓഫീസിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി കിടക്കുക. അതൊന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ സമയം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. മധു, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ കാർത്തി ഇവിടെ നിന്നോട്ടെ. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് അവനും കോളേജിൽ റിട്ടേൺ തുടങ്ങുകയല്ലേ. അപ്പൊ കാർത്തി ആദ്യം കൂടി ഒരുമിച്ച് പൊക്കോളും. അയ്യോ വില്ലമ്മ, വീട്ടിൽ കുറച്ച് എനിക്ക് അടിക്കി ഒതുക്കിയൊക്കെ വെക്കാനുണ്ട്, അതുകൊണ്ട് ഒരാഴ്ച കേപ്പല്ലേ, ഞാൻ അച്ഛൻ്റെ മടുപ്പും വരാം. അതന്നെ നല്ലതമ്മേ. കാർത്തിക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്യട്ടെ. കാർത്തിക്, എന്റെ കൂടെ റൂമിലേക്ക് വേടാ, എൻ്റെ അടുത്തൊന്ന് കണ്ണ് സംസാരിക്കാനുണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? എടാ നീ അത് റൂമിലേക്ക് വാ. ഇന്ന് എന്നെ പ്ലേ ബോയുടെ അടുത്ത് പറയണം എന്റെ ക്രഷ് തന്റെ ബ്രദറാണെന്ന്. പ്ലേ ബോയ് വേഗം അത് ക്രഷിനെ അറിയിക്കും. എനിക്ക് വയ്യ. അകത്ത് കയറി നോക്കിയാൽ അവരെന്താ ചെയ്യുന്നതെന്ന്. ഇത് എന്താ ഇവിടെ നടക്കുന്നേ? കണ്ണ് കണ്ടോട്ടില്ലേ നിനക്ക്? ഇറങ്ങി പോടിയില്ല റൂമിന്ന്. എന്താണ് തിരിഞ്ഞൊന്ന് സംസാരിക്കടാ, മൂത്തൊക്കെ സംസാരിക്കടാ. പിന്നെ നിനക്ക് കണ്ടിട്ട് എന്താ പെണ്ണായിട്ട് തോന്നുന്നുണ്ടോ എന്നെ? നീ എന്താ കണ്ണുകൊട്ടനായോടാ പാന്നി? എടാ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ. എടാ ഞാൻ വന്നതല്ലോ, നീ എന്നെ പിടിച്ച് കെട്ടിയതല്ലേ, മോറിപ്പോടാ അവിടുന്ന്. എടാ പോവാൻ ഇറങ്ങിപ്പോടാ. ഇതിനുണ്ട് ഞാൻ നിനക്ക് കോളേജിൽ നിന്ന് തരാടാ, ഒന്ന് പോടാ. ഇവര് തമ്മിൽ ഇങ്ങനെ അടയും ചക്കരയായിരുന്നു. ഹലോ കുട്ടി പിശാശേ, എന്താണ് ഇന്ന് വായാടിത്തരൊന്നും കണ്ടില്ലല്ലോ? എന്ത് പറ്റി? ചിന്താഗതിയിലാണല്ലോ. ഞാനേ എന്റെ ക്രഷിനെ വീണ്ടും കണ്ടു. ക്രഷിനെയോ? എപ്പോ? എവിടെ വെച്ച്? ഞാനൊന്നും കണ്ടില്ലല്ലോ. നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. അതിന് ഞാൻ ആത്മാവല്ലേ, എനിക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെല്ലാം. ഞാൻ എന്റെ ക്രഷിനെ ഇവിടെ വെച്ച് കണ്ടത്. തന്റെ ബ്രദറാ. എന്റെ ബ്രദറോ? അതാരാ? അവനോ? ആ കുള്ളനെയാണോ നീ സ്നേഹിക്കുന്നത്? ദേ ആത്മാവാൻ നോക്കില്ല, കാല് വരുന്ന ഇടത്തടിക്ക് ഞാൻ. അത് മറന്നേക്ക്, നടക്കില്ല അത്. എന്റെ ക്രഷിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ആള് ക്യൂട്ടാ, അതുപോലെ തന്നെ നല്ല ഡാൻസറാണ്, എല്ലാത്തിലും ഫസ്റ്റ് മേടിക്കുന്ന നല്ല ഓൾ ഇൻ ഓൾ ആണ്, ഇന്റലിജന്റ് പേഴ്സൺ. ഇന്നെന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അത്ര പോലും ഹൈറ്റ് ഇല്ലാത്ത അവനെയാണ് നീ ക്രഷാണെന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്നെ പോലുള്ള ഒരാളെ നോക്കാറുന്നില്ലടി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാറുന്നില്ല. ആ കുള്ളനെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയില്ല അവന്റെ അടുത്ത് നിന്റെ കാര്യം. നിന്റെ സമ്മതം ആര് ചോദിച്ചു? മര്യാദയ്ക്ക് അവന്റെ അടുത്ത് എന്റെ കാര്യം പറഞ്ഞോണം.
ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയാലോ. നീ ആരാന്നാടി വിചാരം കുട്ടിപ്പിശാശേ? നീ ആത്മാവാണെങ്കിൽ കുന്താണ്, എനിക്ക് പേടിയില്ല. നിന്നെ ഞാൻ ഇന്ന് എവിടെ പോയി? അയ്യോ നോ. അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാതെ. ആദി 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 രാവിലെ തന്നെ മനുഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ, നീ എന്തിനാ ചൂടാകുന്നേ? എടാ ആദ്യം നിനക്കിത് എന്ത് പറ്റി? കോളേജിൽ ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ ആകെ മൂടോട്ടും ദേഷ്യമാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ സോറിടാ, ഞാൻ വേറെ എന്തോ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അത് സാരില്ല ആദി, അത് വിട്ടേക്കടാ. എനിക്കറിയാം നീ വേറെ ടെൻഷനിലായിരിക്കും, അതുകൊണ്ടായിരിക്കുമെന്ന്. നിന്റെ ഹെൽത്തൊക്കെ ഇപ്പം എങ്ങനെ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണടാ, പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഉണ്ട്, അതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ കോളേജിലത്തെ വിശേഷമൊക്കെ എന്താ? ശരിക്കും കോളേജ് വരാതെ ബോറടിച്ച് വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. കോളേജിൽ എന്ത് വിശേഷടാ? ആസ് യൂഷ്വൽ അതുപോലെയൊക്കെ പോകുന്നു. പിന്നെ നമ്മുടെ ചിഞ്ചുവിൻ്റെ ഒരാളെ സെറ്റാവാൻ പോവാണ് കേട്ടോ. കുറേ നാളെ അവിടെ പിന്നാലെടുത്ത് നടക്കുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇല്ലേ, നിനക്ക് ആക്സിഡന്റ് പറ്റുന്നപ്പോൾ അവള് ഭയങ്കര വിഷമത്തിലായിരുന്നു. എനിക്ക് ആക്സിഡന്റ് പറ്റിയന് അവളും തന്നെ കിടന്ന് കറിയുന്നത്. എടാ പൊട്ട, അവൾക്ക് നിന്നോട് ക്രഷ് ആണടാ. നിനക്കിപ്പോ വല്ല പെണ്ണൊന്നും ഇല്ലല്ലോ, നീ വേണമെങ്കിൽ അവളെ സെറ്റാക്കിക്കോ, വീണ്ടി പോകരുത്. ക്രഷ് എന്നുള്ള വാക്കും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് നീ. എനിക്കൊരു പെണ്ണും വേണ്ട, ഒന്നും വേണ്ട. സമാധാനത്തോടെ എനിക്കൊന്ന് ജീവിക്കണം. ഇനി വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ പറയുന്നത്. എന്നാലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയത് നന്നായി. എന്നാലും നിനക്ക് സമാധാനം കിട്ടാൻ വഴിയില്ല. ദാ നിന്റെ ശത്രു വരുന്നു. ഓഹോ, ആദ്യം തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. ഇവർ രണ്ടുപേരും തടാ നോക്കി ദഹിപ്പിക്കുകയാണോ? എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. എന്റെ പൊന്നുണ്ണി, നീ വാ തുറന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കരുത്. മിണ്ടാതിരിക്കും ഇവിടെ. ഇപ്പൊ അവര് വന്ന് കേറിയിട്ടേ ഉള്ളൂ. ഇന്ന് തന്നെ അവർക്ക് ഡിസ്മിസ് മേടിച്ചു കൊടുക്കരുത്. നീ ഇപ്പൊ പറയാനായിട്ട് ഞാൻ വാ തുറന്നാലും അവർ അടിയുണ്ടാവുന്നതെന്ന്. അവര് കണ്ടു കഴിഞ്ഞാൽ തന്നെ അടിയല്ലേ. പിന്നെ ഞാനായിട്ട് അവർക്ക് ഡിസ്മിസിലൊന്നും മേടിച്ചു കൊടുക്കണ്ട, അവര് സ്വയം തന്നെ മേടിച്ചോളും. ആദ്യം നീ കോളേജിൽ വന്നിട്ടുണ്ടോ എന്ന്? നമ്മളെ നേരിട്ട് കണ്ടപ്പോ തീർക്കാത്തൊരു കണക്ക് നമുക്ക് ഇവിടെ വെച്ച് ഇപ്പൊ തീർത്താലോടാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കണ്ട, തുടങ്ങി ആടാ, തീർക്കടാ, ഒരു കൈ നോക്കിക്കളയാ. നീ വാ. നീ ഇവിടെയും വന്നോ? എനിക്ക് സ്വസ്ഥത തെല്ലാം തീരുമാനിച്ചിറങ്ങിക്കാണോ? എന്താ നിന്റെ പ്രശ്നം? ഒന്ന് പോ. നിനക്ക് ഇപ്പോഴാണോടാ മനസ്സിലായത് ഞാൻ നിനക്ക് ഒരു കാലത്ത് സ്വസ്ഥത തരില്ലെന്ന്? എന്റെ കാല് പിടിക്കുന്ന പോലെയാണല്ലോ ഇപ്പൊ നീ പറയുന്നത്. ആദ്യം നീ എഴുന്നേറ്റ് നിന്നത് വലിയ വീര്യത്തിലാണല്ലോ, ഇപ്പൊ നീ എന്താ? ഇവളിവിടെ വരുന്നറിയാതെ ഞാൻ എന്തൊക്കെയാ ഇവളോട് പറഞ്ഞത്. ഇവളോട് നിൽക്കുന്നുണ്ട്. പ്ലേറ്റ് മാറ്റിയത് പറ്റില്ല. എടാ, ഞാൻ പ്രശ്നം തീർക്കാന്നാ പറഞ്ഞ, തല്ലി തീർക്കാനല്ല. പ്രശ്നം തീർക്കാനോ? നെയ്യോ? എടാ, ഇന്നലെ നമ്മളെ കൊല്ലാൻ വേണ്ടി നിന്നതാ, എന്നിട്ട് ഇന്ന് പ്രശ്നം തീർക്കാനോ? നിനക്കിത് എന്ത് പറ്റി? ശരിയടാ, പെട്ടെന്നുണ്ടായ ബോധോദയം തന്നെയാ. ഇന്നലെ നമുക്കിടയിൽ നടന്ന പ്രശ്നം കൊണ്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഞാൻ ഇന്നലെ നീയായിട്ട് വഴക്കിടുന്നത് എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് മനസ്സിൽ കിടക്കുന്നത്. അന്നത്തെ ആ ആക്സിഡന്റ്, മരണത്തിനും ജീവിതത്തിനും ഇടയിലാണ് ഞാൻ നിന്നായിരുന്നത്, ഒരു നൂലിര മാത്രം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ എല്ലാവരുമായിട്ട് വഴക്കിട്ട് എന്തിനാണ് എൻ്റെ ജീവിതം പാഴാക്കുന്നത്? അതുകൊണ്ട് എല്ലാം മറന്ന് നമുക്ക് സുഹൃത്തുക്കളാവാം. നിനക്കെന്നെ കണ്ടിട്ട് എന്താ കുമ്പസരിക്കാൻ പറ്റിയ വല്ല പള്ളിയിൽ അച്ഛനായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ മുന്നിൽ വന്ന് കുമ്പസരിച്ചോണ്ടിരിക്കുന്ന നീ, ഇന്നലെ വரைക്കും എന്നെ കൊല്ലാൻ നടന്നവൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് സൗഹൃദം കൊണ്ട് സ്ഥാപിക്കാൻ നിൽക്കുന്നു. പോയി പണി നോക്കടാ, എനിക്ക് തന്നെ ഒന്നും വിശ്വാസമൊന്നുമില്ല. എന്നെ തന്നെ നോക്കി പഠിപ്പിക്കുന്നത്. ആ കുള്ളനോട് ഞാൻ മര്യാദയ്ക്ക് അല്ല, അവനോട് ഞാൻ കാർത്തിയോട് ഞാൻ മര്യാദയ്ക്കല്ലേ സംസാരിച്ചത്? അവൻ എൻ്റെ അടുത്ത് പോയാ? ആദി, നീ ഇതാരോടായി സംസാരിക്കുന്നേ? അല്ല, നീ ശരിക്കും നന്നാവാൻ തീരുമാനിച്ചോ? എനിക്ക് ബോധോദയം ഉണ്ടായോ? എൻ്റെ റോയ്, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാ. അതെ, എനിക്ക് ബോധോദയുണ്ടായി. ഇനി നിനക്ക് ബോധോദയം ഉണ്ടെങ്കിലേ രാത്രി സമയത്ത് വല്ല കാറോ ബൈക്കോ എടുത്തിട്ട് വല്ല പാണ്ടിലോർക്ക് ചെന്ന് കയറ്റ്. അപ്പൊ നിന്റെ കൂടെ ഒരു പ്രേതം കൂടിക്കോളും. അപ്പൊ നിനക്ക് തന്നെ ബോധോദയം ഉണ്ടാവും. ഇവനൊരു എന്തോന്ന് തേങ്ങി പറഞ്ഞിട്ട് പോയേ? അല്ലെങ്കിൽ എന്തെങ്കിലും പകരാറുണ്ടോടാ?
എന്തോ എവിടെയോ തകരാറുള്ള പോലെ എനിക്കും തോന്നുന്നു. ആ ആക്സിഡന്റിന് ശേഷം അവന്റെ ഏതെങ്കിലും ഒരു പിരി ലൂസായിട്ട് ഉണ്ടാവണം. നീയോ? എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ നീ കാരണം. ഓൾറെഡി ഇത് എന്റെ ഹാർട്ടല്ല. എന്തിനാ നീ എന്നെങ്ങനെ പേടിപ്പിക്കുന്നത്? എനിക്കിന്നൊന്ന് ഉറങ്ങണം. എന്നൊന്ന് ഉപദ്രവിക്കരുത്. ഈ കുട്ടി വിശ്വസിച്ച് തെറ്റുപറ്റി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചാണ് അനുസരിക്കല്. ഇന്ന് കറക്റ്റായിട്ട് അനുസരിച്ചല്ലോ. ആ ഇല്ലെങ്കിലും ഞാൻ കിടന്ന് ഉറങ്ങാം. കിടക്കുന്ന കിടക്കുന്നുണ്ടല്ലേ? ആത്മാവാണെന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ താലുകെട്ടി എന്റെ ഭാര്യ കിടക്കുന്ന പോലെ കിടക്കുന്ന ആത്മാവിന്റെ ഒപ്പം കിടക്കാനും ഒരു വേഗം വേണം. എനിക്കുമുണ്ടല്ലോ ഇന്നൊരു ആത്മാവ്. ഗുഡ് നൈറ്റ്. അവളൊന്നും ചെയ്യല്ലേ? എന്താ ഒന്നും ചെയ്യരുത്. കുട്ടി പിച്ചേ, ഇവളിവിടെ ഇറക്കുന്നുണ്ടോ? ഇവള് ഞാനായിട്ട് എന്താ ബന്ധം? ഞാനെന്തിന് ഇവളെ കുറിച്ച് സ്വപ്നം കാണുന്നേ? ഇവളെ കൊന്നതാണോ? ആര്? എന്തിനു വേണ്ടി? ഓ നോൺസെൻസ്. എന്തൊക്കെയത്? ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ.